സംസ്ഥാനത്താകെ കനത്ത മഴ തുടരുകയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. തൃശൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ബാക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. മഴക്കെടുതിയിൽ ഇതുവരെ 7 പേർക്ക് ജീവൻ നഷ്ടമായി. വിവിധ ജില്ലകളിലായി 14 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. സനിസ ശോഭാചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സനിസ, ഇന്നും മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പുകൾ തന്നെയാണ്. യെല്ലോ അലേർട്ടും ഓറഞ്ച് അലേർട്ടും റെഡ് അലേർട്ടും ഒക്കെ വിവിധ ജില്ലകളിലായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പം മഴക്കെടുതികളുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെ വരും ദിവസങ്ങളിൽ മുന്നറിയിപ്പുകൾ നൽകുന്നു സനിസ? ജിൽസി, സംസ്ഥാനത്ത് ഇന്നും മഴ വ്യാപകമായി തുടരുകയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ തൃശൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിലൊക്കെ യെല്ലോ അലർട്ടുമാണ്. അതുപോലെ തന്നെ കേരള തീരത്ത് ഇന്ന് രാത്രിയോടെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. സംസ്ഥാനത്താകെ വലിയ രീതിയിൽ കനത്ത നാശനഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പലയിടങ്ങളിലും മരം പൊട്ടിവീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അതുപോലെ ഹെക്ടർ കണക്കിന് കൃഷി നശിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഇതുവരെ 7ഓളം പേർക്ക് സംസ്ഥാനത്ത് മഴ കാരണം ജീവൻ നഷ്ടമായി. കൂടാതെ വിവിധ ജില്ലകളിലായി 14 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഇതിൽ തന്നെ 71 കുടുംബങ്ങളിൽ നിന്നായി 240ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. തീരദേശ മേഖലകളിലും അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിലുമുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ യാത്ര ഒഴിവാക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ മരം വീണ് പലയിടങ്ങളിലും ഈ ഗതാഗതം തടസ്സപ്പെട്ടതുപോലെ തന്നെ പലയിടങ്ങളിലും വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് പുനഃക്രമീകരിച്ചു വരികയാണ്. ഇന്നലെ പെയ്ത മഴയിലും പലയിടങ്ങളിലും വലിയ തോതിൽ നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലയിടങ്ങളിലും ഈ മരം പൊട്ടിവീണ് റെയിൽവേ ട്രാക്കുകളിൽ പോലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി മരം പൊട്ടിവീണ് റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പൊഴിയൂരിൽ തിരയിടിച്ച് 7 വീടുകൾ ഭാഗികമായി തകർന്നു. വർക്കലയിലാണ് ഈ തെങ്ങ് വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടത്. ജിൽസി, യെസ് സനിസ, അതായത് സംസ്ഥാനത്ത് ഇതുവരെയുള്ള അപകടങ്ങൾ, അതായത് മഴ തുടങ്ങി കുറച്ച് ദിവസം പിന്നിടുമ്പോഴേക്ക് തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരിക്കുന്നു. ഒപ്പം തന്നെ നിരവധി ജില്ലകളിൽ വലിയ കെടുതികളുണ്ട് തുടങ്ങിയ വിവരങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ കൂടി അതീവമായ ഒരു ജാഗ്രത ആളുകളുടെ ഭാഗത്ത് വേണം. കാരണം ഇതുവരെ 7 പേർക്ക് ജീവൻ നഷ്ടമായി എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഒപ്പം തന്നെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട പുതിയ മുന്നറിയിപ്പുകളൊക്കെ വരുന്നുണ്ടോ? നിലവിൽ എത്രത്തോളം ജാഗരൂകരായിരിക്കേണ്ട ഒരു അവസ്ഥയാണ് സനിസ? ജിൽസി, മത്സ്യബന്ധനവുമായിട്ട് ഈ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 30 വരെ മത്സ്യബന്ധനം നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രാത്രികാലങ്ങളിലെ യാത്ര ഒഴിവാക്കണമെന്നും കൂടാതെ ഈ തീരദേശ മേഖലകളിലുള്ളവർക്കും അതുപോലെ തന്നെ ഈ മലയോര പ്രദേശങ്ങളിലുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജിൽസി.